ഈശോമിശിഹായി ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോബി പിതാവെ, ഇന്ന് നമ്മുടെ ഇടവക ആകുന്ന ഈ സ്ഥലം ഇത്രമാത്രം മനോഹരിതമാകുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി നമ്മോടുകൂടെ ഇന്ന് ആയിരിക്കുന്ന ഈ സ്ഥലം ഇത്രമാത്രം അനുഗ്രഹീതപൂരിതമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി വാങ്ങി നമ്മോടുകൂടെ ആയിരിക്കുന്ന ഡേവിഡ് സ്റ്റീനാണ് അച്ഛ. ഒപ്പം തന്നെ നമ്മുടെ പാടി ഇടവകയിലെ മലങ്കര ഇടവകയിലെ സുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോർജ് വെട്ടിക്കാട്ടച്ച. ഒപ്പം തന്നെ ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിസിനുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു അമ്മയുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മദർ. എന്റെ സ്നേഹം നിറഞ്ഞ കെ മാത്യു സാർ, എന്റെ സ്നേഹം നിറഞ്ഞ കൈക്കാരന്മാരായ പ്രിയപ്പെട്ട ജോർജേട്ട, ജോബ്സി, നമ്മുടെ പാരീഷ് കൗൺസിൽ സെക്രട്ടറിയായി നമ്മുടെ കൂടെയുള്ള ലൻസി ചേച്ചി, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു ദേവാലയം പണിതീർക്കാൻ വേണ്ടി ഇത്രമാത്രം ആഹോരാത്രം പരിശ്രമിച്ച് കോർ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എ ഡി ജോസഫേട്ട, നമ്മുടെ ജനറൽ കൺവീനറായി സുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ ചേട്ട, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മദർമാരെ, സിസ്റ്റർമാരെ, അച്ഛന്മാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ നമ്മുടെ ജോർജേന്റെ വീട്ടിലും ജോസഫേന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്നത് 45,000 രൂപയായിരുന്നു. ഈ പള്ളിപ്പണി എങ്ങനെ പോകുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ നടക്കുന്ന സമയം. അങ്ങനെ പലവിധ കമ്മിറ്റികൾ വന്നപ്പോൾ ഒരാള് കൈക്കാരനായി ചാർജ് എടുത്തു, ഒരാൾ ഇതിന്റെ മെയിൻ കമ്മിറ്റി അംഗമായിട്ട്, അതായത് കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗമായിട്ട് ഒരാൾ എടുത്തു, പിന്നെ ഒരാള് ഫിനാൻസ് കൗൺസിലിന്റെ അംഗമായിട്ട് എടുത്തു. അങ്ങനെ 3 പേരും 3 ഡിവിഷനുകളായി തിരിഞ്ഞ് ഇവരുടെ ജോലികൾ ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ പിതാവിനോട് ചേർന്നാണ് ഇവര് ചെന്നൈയിൽ നിന്ന് യാത്ര ആരംഭിച്ച് അങ്ങ് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും ചങ്ങനാശ്ശേരിയും കോട്ടയം അങ്ങനെ പലയിടങ്ങളിലേക്ക് പോയി ഇതിനു വേണ്ടിയുള്ള കാശുകൾ സമ്പാദിച്ചെന്ന് പറഞ്ഞു. ഓരോ ആഴ്ചയും അവസാനിക്കുമ്പോൾ ജോസഫേന്റെ ഉത്തരവാദിത്തമായിരുന്നു കാശ് കൊടുക്കുക എന്ന് പറയുന്നത്, ഈ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് ജോസഫേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, കൊടുത്തിനെങ്കിലേ അന്നത്തെ നല്ല തല്ല് കിട്ടേണ്ട വരും, അത് വാങ്ങേണ്ട വരും എന്നൊരു ചിന്താഗതിയിൽ ഞങ്ങൾ ഇറങ്ങി തിരിക്കുകയായിരുന്നു പറഞ്ഞു. ഇതിനു വേണ്ടി അത്രമാത്രം അഹോരാത്രം ഇത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് ഞാനും നിങ്ങളൊക്കെയും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയാണ്. 3 ദിവസം ജൂബിലി ആഘോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ പലരുടെ അടുത്ത് ചോദിച്ചു, ഇത് എന്തിനാണെന്ന് ചോദിച്ചതാ. പക്ഷെ ഇതിന്റെ വലിയ മഹാത്മ്യവും ഞാൻ ഇന്ന് ഈ തിരിച്ചറിയാണ്, നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ ഒരു വലിയൊരു കുടുംബം നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിന്റെ വലിയ കൃപയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പ്രത്യേകമായി സമർപ്പിക്കുമ്പോൾ, ഈ കുടുംബത്തിനെ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിലെ പിതാവ് കൂടെ ഉണ്ടായിരുന്നു. പിതാവിനെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യാം. പിതാവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ആ വലിയ അനുഗ്രഹീതമായ നിമിഷം ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയും ചെയ്യാം. പിതാവെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്നും അങ്ങ് പിതാവായി, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി, ഒരു വൈദികനായി, ഒരു ശുശ്രൂഷകനായിട്ട് അങ്ങയുടെ വലിയ മനസ്സിനേക്കാൾ എളിയ മനസ്സോട് കടന്നു വരുന്ന ആ ചെറിയ മനസ്സിനെ പ്രത്യേകം നിങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് അച്ഛനെ ഞാൻ പ്രത്യേകം ഓർക്കുകയും ചെയ്യാം. ഡേവിസ് അച്ഛൻ ഞാൻ വിളിച്ചിരുന്നു, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു തിരക്കുകളായതുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജനുവരി 14-ാം തീയതി ഫ്രീ കോൺഫറൻസ് നമ്മളുടെ വെച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം മുമ്പ് അച്ഛൻ വിളിച്ചു പറയുകയാണ്, ഞാൻ വരും, ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അതൊന്നുമല്ല, അന്ന് തുടങ്ങുന്ന സമയത്താണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്.
ഈ രണ്ടും തമ്മിൽ ഒരു വലിയൊരു ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തുടക്കം കുറിച്ച ആൾക്ക് അവസാനം വരെ ഉണ്ടാകാൻ എന്ന് പറയുന്നത്, ആ വലിയ ഈ കൃപയിൽ നമുക്ക് നിൽക്കാൻ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ദൈവശിച്ച അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ ഇടവ കുടുംബം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, പാടി കുടുംബവും മലകര അവിടെ പള്ളിയിൽ തമ്മിലുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധം ചെറുതല്ല, വലുതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷമൊക്കെ ഇവിടെ നടത്തി. അച്ഛൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഈ ക്രിസ്മസിന്റെ സമയത്ത് പറഞ്ഞു, അച്ഛൻ നമുക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരേ കൂട്ടായ്മയിൽ വളരെ നോക്കി പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ നാളുകളിലാണ് അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ്, അച്ഛ കുർബാനയിലും ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലും അച്ഛൻ വരണം, അച്ഛൻ വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ സമയങ്ങളിലെ ബുധനാഴ്ച വരെ അച്ഛൻ ലീവായിട്ട് പുറത്തേക്ക് പോകാൻ നിന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് അച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോർജ് അച്ഛ, വലിയ സ്നേഹത്തോടെ ഞങ്ങളുടെ ഇടവ കുടുംബത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ അപ്പൻ എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഞാൻ ചെറുതാണ്. പക്ഷെ എന്നിരുന്നാലും അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മദറായിരിക്കും. അമ്മയുടെ സ്നേഹം കൊണ്ട് ഇവിടെ 5 മദർമാര് തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. അമ്മയുടെ വാത്സല്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതാണ്. ഇതിനോട് പറയുകയുണ്ടായി, നമ്മുടെ സന്നിസ്ഥ സംഗമത്തിന്റെ സമയത്ത് പറയുകയുണ്ടായി, ലളിതാമ പറഞ്ഞ സംഭവം, ഇവിടെ എന്ത് കാര്യം വന്നാലും ഇവിടുത്തെ കുടുംബാംഗങ്ങൾ വേഗം ഓടിയിട്ട് കോൺവെന്റിലേക്ക് വരും. പിന്നെ അവർ കോൺവെന്റിന്റെ അടുക്കള കയറി ഒരുമിച്ച് ഭക്ഷണം വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം അവിടെ ഉണ്ടാക്കി അവരെ ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഒരു പതിവുണ്ടെന്ന് പറഞ്ഞു. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് മദർമാർ എന്ന് പറയുന്നത് അത്രമാത്രം പ്രോത്സാഹനം നൽകുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ സിസ്റ്റേഴ്സും പ്രോത്സാഹനം നൽകുന്നതാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു സാക്രിസ്റ്റിനെ പോലെ അതിനേക്കാൾ ഉപരി ഇത് ഞങ്ങളുടെ ദൗത്യങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സിസ്റ്റർമാർ കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ മദർമാരെയും മറ്റു സിസ്റ്റേഴ്സിനെയും ഇന്ന് പ്രതിനിധിയായി വന്നിരിക്കുന്ന പീയൂഷ സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു സാറിനെയാണ്. മാത്യു സാറ് നമ്മുടെ ഇടവക്കാരനാണ്. ഈ പള്ളി ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊരു കയ്യ് മാത്യു സാറിനെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ കയ്യാന്ന് ഞാൻ പറയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിലാണ്. അത് പലരിലൂടെയും കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തകനായിട്ട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈശോ തന്നെ എടുത്തത് മാത്യു സാറിനെയാണ്. ചരിത്രത്തിലേക്ക് ഞാൻ പറയാൻ പോകുന്നില്ലേ. പക്ഷെ എന്നിരുന്നാലും ഇന്ന് നമ്മുടെ കുടുംബത്തിനോട് കാണിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഒരു IAS ഓഫീസർ കൂടിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മോട് കൂടെ ഇത്ര മനസ്സ് കാണിച്ച് പ്രിയപ്പെട്ട സാറ് നമ്മുടെ കൂടെയുള്ളത് വലിയ സന്തോഷം ഞങ്ങൾക്ക് പകരുകയാണ്. പ്രിയപ്പെട്ട സാർ, ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എടുത്തു പറയുന്ന 2 വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അത് ജോർജേട്ടനും ജോബ്സിയാണ്. കാരണം കൈക്കാരന്മാരില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനെ നല്ല രീതിയിൽ ജൂബിലിയുടെ പണികളെടുത്ത് ശരിക്കും പറഞ്ഞ 2 പേരും ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഞാനിങ്ങനെ ഓടിക്കാനത് കുറവില്ല. അവരുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഇത്ര മാത്രം ഭംഗിയാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവ കുടുംബത്തിന് സുഖകരമായ സേവനം ചെയ്യുന്ന ജോർജേട്ടനെയും ജോബ്സിയെയും ഏറെ സ്നേഹത്തോടെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒരു ഇടവക ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യേകതയിലെ ഒരു സെക്രട്ടറി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ആവശ്യമാണ്. ഞാൻ ഇടയ്ക്ക് പാരിഷ് കൗൺസിൽ സെക്രട്ടറി പറയാറുണ്ട്, പല പള്ളികളിലും കാണുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വോട്ടെടുപ്പ് ഉണ്ടാകും, ചിലപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പലരും കൈപൊന്തിക്കാറുണ്ട്. നമ്മുടെ അവിടെ കാണാറില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്, ഇവിടെ കലാഭവൻ ജോഷിയുടെ പറഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് വലിയൊരു കലാപ്രതിഭയായിരുന്നു. കാരണം CLCയുടെ ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഫൊറോണ ലെവലിലുള്ള പ്രവർത്തനം നോക്കി കാഴ്ചവെച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് പലപ്പോഴും പറയാറില്ല, ഈ പെൺമക്കള് പറയാറില്ല, അത് ഉള്ളിൽ ഒതുക്കി നടക്കാറുള്ളൂ. അതിന്റെ വലിയൊരു കാര്യം പ്രത്യേകിച്ച് ലക്ഷ്യേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അന്ന് പ്രവർത്തിച്ചതിന്റെ കാര്യങ്ങളെല്ലാം ഇന്നും പ്രവർത്തന രീതിയിൽ കൊണ്ടുവരികയാണ്. ഞാൻ നോക്കാറുണ്ട്, റിപ്പോർട്ടുകളൊക്കെ നോക്കാറുള്ളതാണ്. റിപ്പോർട്ടുകളൊക്കെ വളരെ കൃത്യതയോടെ തയ്യാറാക്കി അതെന്നെ കാണിക്കാറുള്ളതാണ്. പ്രിയപ്പെട്ട ലക്ഷ്യേച്ചി ഏറെ സ്നേഹത്തോടെ ഇടവ കുടുംബത്തിന്റെ ഈ പാരിഷ് കൗൺസിൽ റിപ്പബ്ലിക്കിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ വീണ്ടും നമ്മുടെ AD ജോസഫേട്ടനെ കുറിച്ച് മറക്കാൻ പറ്റില്ല, ജോർജേട്ടനെ കുറിച്ചും മറക്കാൻ പറ്റില്ല.
ഈ രണ്ടുപേരുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പള്ളിയും ഈ ദേവാലയത്തിൽ സ്റ്റേ അല്ലെങ്കിൽ ദേവാലയക്കുള്ളത്. നമുക്കൊക്കെ ഇവരിലൂടെയാണ് ആ വലിയ വെളിച്ചം കർത്താവ് പകർന്നു തന്നത്. ഇവരതിനു വേണ്ടി ഒരുപാട് തുപ്പും തെറിയും അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും മണ്ണും അല്ലെങ്കിൽ സിമെന്റ് കമ്പി ഇതൊക്കെ ചുമക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഒരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയാണ്, ഒരു മനസ്സ്, ഒരു സന്തോഷം കിട്ടും. അത് പ്രത്യേക സന്തോഷമാണ്. ഇന്ന് അവര് രണ്ടുപേരും അനുഭവിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ കാണിച്ച വലിയ മനസ്സിനെ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകം ജോസഫ് ഏട്ടനെയും ജോർജ് ഏട്ടനെയും, ജോസഫ് ഏട്ടൻ പ്രത്യേകമായിട്ടാണ് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നത്. അഗസ്റ്റിനെ ഇനി പറയാൻ മറക്കാൻ പറ്റില്ല, കാരണം ഇന്നത്തെ ജനറൽ കൺവീനർ അഗസ്റ്റിനാണ്. ഞങ്ങൾ രണ്ടുപേരും കുറെ തല്ലുകൂടിയിട്ടുണ്ട് ഈ ജൂബിലിയുടെ കാര്യം പറഞ്ഞിട്ട്. തല്ലുകൂട്ടെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ തല്ലുകൂട്ടാണ്. കാരണം ഈ പരിപാടി ഇത്രമാത്രം മനോഹരമാക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റിലേഷനാണ്. ഞങ്ങള് കാലത്തും ഉച്ചയ്ക്കും രാത്രിയിലും ഇരുന്നതിനെ കുറിച്ച് പഠിച്ച് കൃത്യമായുള്ള ഒരു അവലോകനം നടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തു തീർത്തിട്ടുള്ളത്. അതിനുവേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതൊരു മാസക്കാലം കഴിഞ്ഞ് ജനുവരി മാസക്കാലം തൊട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങൾ ഇരുന്ന് പഠിച്ച് അതെങ്ങനെ നടത്തണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കാൻ ചെയ്തു. കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇത്രമാത്രം മനോഹരമായിട്ട് പോകുന്നത്. അവസാന സമയത്ത് പോലും പല തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കുക. ഞാനത് എടുത്താലും അത് ഞാൻ പെട്ടെന്ന് കൺവീനർ അറിയിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനത് എടുത്തു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് കൺവീനർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം തന്നെയാണ് ഇന്ന് ഈ മീറ്റിംഗ് ആയാലും ഇവിടെ ഈ 3 ദിവസത്തെ ആഘോഷങ്ങൾ നടന്നത്. പ്രത്യേകിച്ച് വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ അഗസ്റ്റിൻ ചേട്ടൻ അഡ്വക്കേറ്റ് ആണ്, പക്ഷെ ഞാൻ അഗസ്റ്റിൻ ചേട്ടനെ വിളിക്കുക എന്റെ ബന്ധു കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ മീറ്റിംഗിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, നിങ്ങള് മറക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് 1 വർഷത്തേക്കും. പക്ഷെ ഞങ്ങൾ വന്നിട്ട് 10 വർഷമായതിന്റെ ഒരു ഫലം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വലിയ സ്നേഹമാണ്. അച്ഛൻ കുടുംബത്തിന് വന്നു കഴിഞ്ഞാലും പള്ളിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സ്. പലപ്പോഴും നിങ്ങളിലൂടെ ഞാൻ പല രീതിയിലും പല ഭക്ഷണങ്ങളൊക്കെ പങ്കെടുക്കാൻ വന്ന സമയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായിട്ട് ഈ ഇടവ കുടുംബത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇതോടെ കൂടി ഞാൻ പറയാൻ വിട്ടുപോയി മറ്റൊരിക്കലാകാം. ഈ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, മറ്റേ അംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരായ മറ്റെല്ലാവരും ഉണ്ട്. ഒറ്റ വാക്കിനെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.